ധന്യ, ഈ തൃശ്ശൂർ കടവല്ലൂരിലെ സിറാജുൽ ഉലൂം എന്ന് പറയുന്ന സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ വാട്സാപ്പിലേക്ക് അവിടുത്തെ ഒരു ടീച്ചർ അയച്ച ശബ്ദ സന്ദേശം ഈ ഓണാഘോഷത്തിൽ കുട്ടികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുക്കേണ്ട കാര്യമുണ്ട്. അതായത് മുസ്ലിം മതവിശ്വാസികളായ കുട്ടികളും മാതാപിതാക്കളും പങ്കെടുക്കേണ്ടതില്ല, അത് അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നാണ് പറയുന്നത്. ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിശ്വാസപ്രകാരം അവര് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതം, അതെ, ദൈവനിഷിദ്ധമായ സംഗതി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് ഷിർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം അത്തരത്തിൽ അവരുടെ വിശ്വാസത്തെ, മതപരമായ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് പറയുന്നു ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് സംബന്ധിച്ചുണ്ടായി. DYFI പരാതി കൊടുത്തു. ഈ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. വാസ്തവത്തിൽ ഈ ഓണാഘോഷം എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു സംഗതിയായിട്ടാണോ? അത് ഈ വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം ആഘോഷിക്കുന്നുണ്ട്. അത് ഈ വാമനൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണത്. അപ്പോൾ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഗതിയൊക്കെ തന്നെയാണ് അതിലുള്ളത്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന രീതിയിലാണ് നമ്മളത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഹിന്ദു മതത്തിന് മാത്രം അവകാശം കൽപ്പിച്ചു കൊടുത്ത് വേറൊരു വിഭാഗം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ ഓണം ഹറാം എന്ന് പറയുന്ന മുസ്ലിം അധ്യാപകർ അങ്ങനെ തന്നെ പറയുന്ന അവർ ഓണത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന ബോണസ് വാങ്ങരുത്. കാരണം ഓണത്തിന്റെ പേരിലാണ് ആ ബോണസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതും നിങ്ങൾ നിഷേധിക്കണം, നിങ്ങളത് വാങ്ങരുത്. എന്നാൽ അത് നിങ്ങൾക്ക് ഹറാമാണ്. ഓണത്തിന്റെ പേരിൽ കിട്ടുന്ന അത് നിങ്ങൾക്ക് ഹറാമാണ്. ഈ ടീച്ചർ ഇന്ന് രാവിലെയാണ് ഇവരുടെ ശബ്ദ സന്ദേശം ഞാൻ കേട്ടത് ഒരു ചാനലിലൂടെ. അപ്പൊ ഇവർ പറയുന്നത് നമ്മുടെ ആചാരത്തെ, അതായത് ആ ടീച്ചർ മുസ്ലിമാണ്, നമ്മുടെ ആചാരത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആചാരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിവതും സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ നിങ്ങൾ അയക്കരുത്. ഇത് അച്ഛനമ്മമാർ ശ്രദ്ധിക്കുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങളെ മാത്രം മുറുകെ പിടിച്ച് നമ്മളെ കുഞ്ഞുങ്ങൾ എല്ലാം നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. അതിലപ്പുറം നമുക്കൊന്നും ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാനോ ഇതിനെക്കുറിച്ച് അറിയാനോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു അവസരം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി പോയാലോ? ഈ പേര് സിറാജുൽ ഉലൂം എന്ന് പറയുന്ന പേരാണ് ആ സ്കൂളിനുള്ളത്. ഒരു മുസ്ലിം വിശ്വാസ പ്രമാണങ്ങളെ ഫോളോ ചെയ്യുന്ന ഏതൊരു മാനേജ്മെൻറ്റാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷെ അവിടെ പഠിക്കുന്നത് മൊത്തം മുസ്ലിം കുട്ടികളല്ല, മറ്റ് മതസ്ഥരായിട്ടുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ദയവായി നിങ്ങളവിടെ ഓണാഘോഷം നടത്താതിരിക്കുക. കുട്ടികളുടെ ഈ പിഞ്ചു മനസ്സിൽ വെറുതെ ഇപ്പോഴേ വിഷം കുത്തി വെക്കുന്ന പരിപാടി വെറുതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓണാഘോഷം വേണ്ടെന്ന് വെക്കുക, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയല്ല പ്രേമലേട്ട, അതിൽ മറ്റൊരു കാര്യം കൂടി എന്നെ ആശങ്കപ്പെടുത്തുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടീച്ചർമാർ, ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ടീച്ചർമാർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട, മറ്റ് ജാതിയിലോ മതത്തിലോ പെട്ട കുട്ടികൾ എങ്ങനെയായിരിക്കും ഇവർ കാണുന്നത്? എങ്ങനെയായിരിക്കും അവരോടുള്ള പെരുമാറ്റം? എങ്ങനെയായിരിക്കും അവരോടുള്ള സമീപനം? നമ്മുടെ കുട്ടികൾ, ഈ അധ്യാപക പറയുന്നത് നമ്മുടേതാണ്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് നമ്മുടെ, മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം നമ്മുടേതല്ല, അന്യമതക്കാരെല്ലാം വേറെയാണ് എന്നുള്ള ഒരു പാഠം കൂടിയാണ് അവർ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറയുന്നത്, ആ അധ്യാപകയെ ഇനി സ്കൂളിൽ വച്ചുകൊണ്ടിരിക്കരുത്, അവരെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. കാരണം അത്രമാത്രം മതഭ്രാന്ത് ഇളകി കിടക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് അധ്യാപികയുടെ വാക്കുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇത് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടല്ല, അധ്യാപിക വ്യക്തിപരമായിട്ട് കൊടുത്ത സന്ദേശമാണ്. പക്ഷേ ഒരു കോമഡി എന്താ വെച്ചാൽ, ഈ സ്കൂൾ മാനേജ്മെന്റ് അവിടുത്തെ ഈ KG വിഭാഗത്തിൽപ്പെട്ട കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവർ ഈ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന് കരുതി അവർക്ക് മൊത്തത്തിൽ അവധി അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മാനേജ്മെന്റിന് റോളൊന്നുമില്ല, ഇതിലും റോളൊന്നുമില്ല. അതാണ് പറയുമ്പോ ഇതിപ്പോ ഇവലെ ഹിന്ദുക്കൾ, ഇപ്പൊ സുരേഷ് ഗോപി ബ്രാഹ്മണനാവണമെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൂടെ ഉറഞ്ഞു തുള്ളി. കാരണം സുരേഷ് ഗോപിക്ക് അത് പറയാനുള്ള അധികാരമില്ല, ബ്രാഹ്മണനാവണം എന്ന് പറയാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉറഞ്ഞു തുള്ളി. സുരേഷ് ഗോപി എന്തോ സവർണ മേധാവിത്വത്തെ കെട്ടി ഉറപ്പിക്കുന്നു, സവർണ മേധാവിത്വം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉറഞ്ഞു തുള്ളി. ഈ ഒരു വാക്ക് ഏതെങ്കിലും ഹിന്ദുവിന്റെ വായിൽ നിന്നാണെങ്കിൽ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു
ഹിന്ദു അധ്യാപകരുടെ വായിൽ നിന്നാണ് നിങ്ങൾ നബിദിനത്തെ പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങൾ ബക്രീദിനെ പ്രോത്സാഹിപ്പിക്കരുത്, നമ്മുടെ കുട്ടികൾ ആരും അത് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളം നിന്ന് കത്തിയേനെ. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കും. എന്താ ഇതിൽ ചർച്ച വേണ്ടേ? ഇതില് രാഷ്ട്രീയക്കാർക്ക് ചർച്ച വേണ്ടേ? ഇതിൽ രാഷ്ട്രീയക്കാർക്ക് മറുപടി പറയണ്ടേ? ഇതിൽ ബൈറ്റ് എടുക്കണ്ടേ ആർക്കും? അപ്പോ എല്ലാ അവരവന്റെ സമുദായം അവനവന് വലുതാണ്, ഓക്കെ. പക്ഷെ നിങ്ങൾ എന്തിനാണ് പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ കുത്തിക്കയറ്റി അവരുടെ ഇതില് ഈ മുസ്ലിം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഇത്ര യാഥാസ്ഥിതിക വിശ്വാസികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാര്യം ഇത് ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു ദേശീയോത്സവമാണ്, അല്ലെങ്കിൽ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷമാണ് എന്നൊരു പൊതുസങ്കല്പം ആദ്യം തിരുത്തിയത് വേറെ ചില വിഭാഗക്കാരാണ്. അവർ ഈ ഓണാഘോഷത്തെ വാമന ജയന്തിയാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് ഹിന്ദുക്കളുടെ മാത്രം അവകാശത്തിൽപ്പെട്ടുന്ന സാധനമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയ അവരെയും ഇക്കാര്യത്തിൽ ചോദ്യമുനയിൽ തന്നെ നിർത്തേണ്ട സംഗതിയാണ്. കാരണം അങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിട്ടതിൻ്റെ തിക്തഫലമാണ് വാസ്തവത്തിൽ ഇപ്പം ഇങ്ങനെ ഉണ്ടായത്. അവനവനിൽ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളോടാണ് പറയാനുള്ളത്. ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം, ബക്രീദ് ആഘോഷിക്കാം, നബിദിനം ആഘോഷിക്കാം. ഇവിടെ എന്തൊക്കെ ജയന്തികളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആഘോഷിക്കാം. ഇവിടെ ആർക്കും ആരെയും പിടിച്ചു നിർത്താനോ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിയില്ല. നമുക്ക് എന്തൊക്കെ ആഘോഷിക്കണമെന്ന് തോന്നുന്നു അതെല്ലാം ആഘോഷിക്കാം. ഇവിടെ ഈ സമുദായവും ജാതിയും മതവും ഒക്കെ മൈൻഡിൻ്റെ അകത്ത് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നീ എൻ്റെ സമുദായമല്ലല്ലോ, ഞാൻ എൻ്റെ സമുദായമല്ലല്ലോ, നീ എൻ്റെ സമുദായത്തെക്കുറിച്ച് നീ പറയുന്നതിന്, നിന്റെ മതത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിന്, ഇതൊന്നുമില്ല. എല്ലാം ഒരു ഏകദൈവം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഹിന്ദുക്കൾക്ക് 33,000 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ക്രിസ്ത്യാനികൾക്ക് യേശുവും കന്യാമറിയവും ഒക്കെ ഉള്ളതുപോലെ ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രവാചകരായിരിക്കാം അവരുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള വ്യത്യാസമാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ അത് മാത്രം ആകെ കൂടെ ചിന്തിച്ചാൽ മതി. പിന്നെ കഴിവത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം ആയാലും ജൈനയായാലും പാഴ്സി ആരായാലും കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ ഈ വിഷം കുത്തിവെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അത് അവരെ വേട്ടയാടും. അത് പറയുന്നത് അനുഭവത്തിന്റെ പുറത്താണ് പറയുന്നത് എന്ന് ഓർക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് നമ്മളെ ഈ ജാതിയുടെ പേരിൽ ഇങ്ങനെ നമ്മൾ ഇന്ന കാസ്റ്റാണ്, അതിങ്ങനെയാണ്, അവരെ തൊട്ടതുകൊണ്ട് നമ്മൾ വന്ന് കുളിക്കണം, അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുത്തിവെച്ച് ഒരു പ്രായം ആകുന്നത് വരെ നമ്മുടെ മൈൻഡിൽ അതുണ്ട്. ഇനി എത്രയൊക്കെ തേച്ച് മാച്ച് കളഞ്ഞാലും അത് പോകില്ല. അത് കയറിയിരിക്കുന്ന ഇനി നമ്മൾ എത്ര പുരോഗമനമായിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞാലും പോകില്ല. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ നമ്മുടെ മൈൻഡിൽ കയറുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എങ്കിൽ ചിന്തിക്കുക. മനുഷ്യനാണ്, മനുഷ്യനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ അവനോട് കരുണ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആരാണോ അവനാണ് ദൈവം. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതായത് ഈ മതപരമായ കാഴ്ചപ്പാടും ചിന്താഗതിയൊക്കെ ഉണ്ടായത് മനുഷ്യനുണ്ടായ കാലം മുതലൊന്നും അല്ല. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മതഗ്രന്ഥങ്ങളും അതും ഇതുമൊക്കെ എഴുതപ്പെട്ടത്. ഐതിഹ്യങ്ങളൊക്കെ അതിനു മുമ്പുണ്ട് എന്ന രീതിയിൽ നമ്മളിങ്ങനെ പഴമക്കാർ പറഞ്ഞ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ആദിമ മനുഷ്യൻ എന്തായിരുന്നു കണ്ടത്? ആദിമ മനുഷ്യൻ വാസ്തവത്തിൽ അവൻ ആരാധിച്ചിരുന്നതല്ല, അവന് ഭയമായിരുന്നു എല്ലാത്തിനോടും. അവന് പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളോട് ഭയമായിരുന്നു. ആ ഭയം പിന്നീട് ഭക്തിയായി മാറി എന്നുള്ളതാണ് വാസ്തവം. ആ ഭക്തി പിന്നെ മതങ്ങളുടെ രൂപത്തിൽ മാറി, മതങ്ങൾക്ക് ഗ്രന്ഥം ഉണ്ടായി. അതിൻ്റെ പേരിൽ ഇപ്പോൾ തമ്മിൽ തല്ലും ബഹളമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യ തുടക്കം എവിടെയാണെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. അതായത് മനുഷ്യൻ പിറന്നു വീണ സമയത്ത് ഈ ജാതിയുമില്ല, മതവുമില്ല, ദൈവവുമില്ല. അവൻ്റെ ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങളോട് മല്ലിട്ട് ജീവിക്കുകയായിരുന്നു മനുഷ്യൻ. എല്ലാത്തോടും ഭയപ്പാടോട് കൂടി കാണുകയായിരുന്നു. അപ്പം നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക, നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സത്യങ്ങൾ എന്താണോ അത് അറിഞ്ഞ് ജീവിക്കുക, മറ്റുള്ളവനെ വെറുക്കാതിരിക്കുക, കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ചെയ്യുക, മറ്റുള്ളവനെ ജീവിക്കാൻ അനുവദിക്കുക, അവരവരുടെയും വിശ്വാസങ്ങളെ അവരവരുടെ ആചാരങ്ങളെയൊക്കെ മാനിക്കുക. അല്ലാണ്ട് ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം മറ്റൊരാൾക്കാൾ പ്രധാനമാണ് എന്ന് ചിന്തിക്കുക, അതിൻ്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളാണ് വാസ്തവത്തിൽ വലിയ വലിയ കലാപങ്ങൾക്ക് വഴിതുറയ്ക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നശിച്ചിട്ടുള്ളത് യുദ്ധം ചെയ്തിട്ടല്ല, ഈ മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലിയിട്ടാണ്. ലോക യുദ്ധത്തിൽ പോലും ഇത്രയും രക്തസാക്ഷികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു മതചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള പോരാട്ടങ്ങളാണ് ഏറ്റവും വലിയ ആൾനാശം ഉണ്ടാക്കിയത്. ലോകമഹായുദ്ധങ്ങളാണ് നമ്മൾ വേണമെങ്കിൽ കണക്കുകൾ നിരത്തി വാദിക്കാം. പക്ഷേ
നമ്മൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിലായിട്ട് ആളുകൾ ഈ കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിത്തല്ലി തീരുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ദയവ് ചെയ്ത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ കേരളം. അതുകൊണ്ട് കേരളത്തിലെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം വിഷം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുന്നതെങ്കിലും ദയവായി ഒന്ന് ഒഴിവാക്കി തരണം.